മൈഫിൻ ടി വി പ്രസൻസ് ഈറ്റ് ഇന്ത്യ ഈറ്റിന്റെ ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് ഉള്ളത്. നമ്മുടെ കൂടെ ഈറ്റ് ഇന്ത്യ ഈറ്റിന്റെ സ്വന്തം ഷെഫ് സൗജിത്ത് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഷെഫിനെ സ്വാഗതം ചെയ്യാം. ഷെഫ്, കമാൺ. താങ്ക് യു. സുഖാണോ? സുഖം. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് മൈഫിൻ ടിവിയുടെ ഓഡിയൻസിന് പ്രിപ്പയർ ചെയ്യുന്നത്? ഇന്ന് നമ്മളൊരു ഡെസേർട്ടാണ്. ഡെസേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല, ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. എന്നാലും നമ്മളുടെ ഒരു മൈൻഡിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നന്നായിരിക്കും എന്നുള്ള ഒരു ഉദിച്ച വിഭവമാണ്. അത് നിങ്ങൾ കഴിച്ചിട്ട് വേണം നിങ്ങൾ അഭിപ്രായം പറയാൻ വേണ്ടിട്ട്. നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ കുറച്ച് കാരമൽ ഉണ്ടാക്കണം. പിന്നെ കത്തിക്കാം, പാൻ വെക്കാം, കുറച്ച് ഷുഗർ മെൽറ്റ് ചെയ്യണം. എന്തോരം ഷുഗർ ആണ് ഇതിന് ആവശ്യം? ജസ്റ്റ് ലിറ്റ് ഇത്രയും ഷുഗർ മതി, കുറച്ച് മതി. ഇതിന്റെ കൂടെ പറഞ്ഞ് ആഡ് ചെയ്യണ്ട, ഇതിങ്ങനെ ഇതിപ്പോ നമ്മള് കാരമൽ ഇതിന്റെ ഒരു ഗാർണിഷിന് വേണ്ടിട്ടും അതുമാതിരി ഇതിന്റെ ഒരു ആപ്പിൾ ടോപ്പി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ആപ്പിൾ നമ്മൾ ഈ ഷുഗറിൽ ഐസിലിട്ടിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ആപ്പിൾ ടോപ്പി എന്ന് പറഞ്ഞു. ഷെഫ്, ഈ ഡിഷിലേക്ക് വന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഐഡിയ തലയിലേക്ക് കൊതിച്ചത് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്താൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാം? അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കുറെ നാളത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസും പിന്നെ എന്താ പറയാ, നമുക്ക് ഒരു കലാപരമായിട്ടുള്ള കഴിവ് വേണമെന്ന് പറയുന്ന പോലെ കുക്കിംഗ് ഈസ് ആർട്ടാണ്. അപ്പൊ നമ്മൾ ആ ഒരു ടേസ്റ്റ് മനസ്സിലുണ്ടാവണം. അതിനനുസരിച്ച് നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് കൂടി ആഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ ഒരു വേറൊരു രുചിയിലേക്ക് വരും. ആ ഒരു അങ്ങനെ ഒരു തിങ്കിങ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാവുന്ന ഇത്രയധികം ഭക്ഷണം മുഴുവൻ ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തേക്കുന്നുണ്ടല്ലേ. അതന്നെ. ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റും. ഷുഗർ ഉള്ളവർക്ക് ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പരമാവധി കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഷുഗർ ഉള്ളവർക്ക് കണ്ടാൽ കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അത് വർഷത്തില് ഷുഗർ ഉള്ള, എന്റെ അഭിപ്രായത്തിൽ ഷുഗർ ഉള്ളവർ അധികം ഗുളിക കഴിക്കുന്നു, എല്ലാം കഴിക്കുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഷുഗർ ഉള്ളവര് എല്ലാവരും. അവർക്ക് ഇഷ്ടമുള്ള, അവർക്കാണ് കൂടുതൽ ഇത് കഴിക്കാനുള്ള ടെൻഡൻസി വരിക. ഷുഗർ കാരമലൈസ്ഡ് ആയി. ഇതെങ്ങനെ വേറെ പ്ലേറ്റിലേക്ക് വല്ല മാറ്റി വെക്കണോ? അത് ഈ പാനിൽ തന്നെയാണോ? ഇങ്ങനെയാണ് പരിപാടി? ഈ പാനിൽ തന്നെയാണ് പരിപാടി. കാരമൽ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സംഭവമാണ്. കാരണം ഇങ്ങനെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുക മാത്രമല്ല, ഇത് നമ്മുടെ കയ്യുമ്പോൾ അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളുന്നതല്ല, അവിടെ ഹോളായി പോകും. അത്രയും ഹെവി ഡേഞ്ചറസ് സാധനമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. ഇനി ഇതിന് ഒരു ടെക്സ്ചർ ഉണ്ട്. ആ ടെക്സ്ചറിലേക്ക് എത്തുന്നത് അതാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. ഇതിപ്പോ ആയി വരും, ഇപ്പൊ കാണാം. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് നൂല് പരുവത്തിൽ ഇങ്ങനെ കിട്ടും. കാരമലൈസ് ചെയ്ത ഇത് പാനിൽ ഉരുകി പിടിക്കാൻ വല്ല ചാൻസ് ഉണ്ടോ? ഉരുകി പിടിക്കുന്നില്ല, അത് മെൽറ്റായി. അത് കഴിഞ്ഞ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റായി പോകും. പക്ഷെ നമ്മളെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മുടെ കൈമളിക്ക് വീണ് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ക്ഷമയും വേണം, എല്ലാം വേണം. ക്ഷമ വേണം. സമയം എടുക്കേണ്ടതിന് സമയം എടുത്ത് തന്നെ ചെയ്യണം. ചില ഗസ്റ്റുകൾ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന ആക്ച്വലി ഹെൽത്തി ആയിരിക്കത്തില്ല. അത് നമുക്കൊരു ഷെഫിനെ എപ്പോഴും ആസ്വദിച്ച് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അപ്പോഴാണ് നല്ല ഭക്ഷണം വരും. ഷെഫിന്റെ മനസ്സ് പോലെ ഉണ്ടാവും ഭക്ഷണം. ആ നൂലിനെ നമ്മൾ കൈമളേക്ക് പിടിക്കാനുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പൊള്ളാതെ ഞാൻ ആക്കിയിട്ടാണ് ഈ ചെയ്യുന്നത്. ചെറിയ പൊള്ളലൊക്കെ നമ്മളെ കൈ ക്ഷമിക്കും. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഇങ്ങനത്തെ തിളച്ച സാധനം കയ്യിലേക്ക് എടുത്ത് ഇങ്ങനെ വീശിയെടുക്കാനായിട്ടൊന്നും.
തിളച്ച സാധനം നമ്മൾ അതിനെ ആ ഒരു ഇതിലേക്ക് വരുത്തിയല്ലോ. ആക്ച്വലി എന്റെ മുടിയുടെ കളർ പോലെ ഉണ്ട്, നല്ല ഗോൾഡൻ തല വെച്ചാ കറക്റ്റാ മതി നമുക്ക്. നമുക്കൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ ഓക്കെ 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 ക്രിയേറ്റ് ചെയ്യുന്നത്. കൊള്ളാട്ടോ, ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഗാർണിഷിന് വേണ്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒന്നും കൂടി ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഒരു ആപ്പിൾ എടുത്ത് ആപ്പിൾ ടോപ്പ് ഉണ്ടാകും. 2 പീസ് ആപ്പിൾ എന്തിനാണ് ഇപ്പോൾ? ആപ്പിൾ ഇതിന്റെ സെയിം ഗാർണിഷിങ് ഗാർണിഷിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, തൊലി കളഞ്ഞിട്ട് ഓക്കെ. നമ്മളൊരു ഐസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ കാരാമൽ ഒന്നും കൂടി ചെയ്തതിന് ശേഷം ഈ ആപ്പിളിനെടുത്ത് കാരാമലൈസ് ചെയ്യുന്നു. അതിന് ശേഷം അതിനെ തണുത്ത വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് സിമ്പിളാണ്. ഞാൻ ഗുലാബ് ജാമുൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഒരു കടയിൽ നിന്ന് ഒരു ഗുലാബ് ജാമുൻ മിക്സ് എടുക്കുക, വാങ്ങുക, അത് ബോൾ പിടിക്കുക, ജസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ കുറച്ച് വാട്ടറോ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബോൾ പിടിക്കുക, അത് ഫ്രൈ ചെയ്തെടുത്ത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ ഗുലാബ് ജാമുൻ ഞാൻ ആദ്യം നമ്മളെ ഡെസേർട്ടിന്റെ പേര് ഗുലാബി ആണല്ലോ, ഗുലാബി 2 പീസ് ഗുലാബ് ജാമുൻ വെക്കാം. സിറപ്പ് വേണോ? സിറപ്പ് വേണ്ട, സിറപ്പിന് നമുക്ക് ഐസ്ക്രീം ഉണ്ടല്ലോ. പിന്നെ ഈ കുൽഫി ഐസ്ക്രീം വെക്കാം. ഇതേതാ ഫ്ലേവർ ഏതാ? കുൽഫി കുൽഫി കുൽഫി. ഓക്കെ ഓക്കെ, കുറച്ച് മെൽറ്റായി നമ്മുടെ ഐസ്ക്രീം. കുൽഫി ഐസ്ക്രീം കട്ട് ചെയ്ത് ഗുലാബിയായി കുൽഫിയായി. ഓക്കെ, നമ്മുടെ ആപ്പിൾ എടുക്കുന്നു, സൈഡിൽ വെക്കുന്നു. നമ്മുടെ സൈഡിൽ വെക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ട്. അത് കഴിഞ്ഞ് അടിപൊളി. അങ്ങനെ ഗുലാബി കുൽഫി മെലോഡി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കാണുന്നത്. കുൽഫിയും ഗുലാബ് ജാമുൻ. ഐസ്ക്രീമും ഗുലാബ് ജാമുനും കണ്ടിട്ടുണ്ട്, കുൽഫിയും ഗുലാബ് ജാമുനും ആദ്യമായിട്ടാണ്. ഗുലാബ് ജാമുനും. അപ്പൊ ഞാനതാണ് ചിന്തിച്ചത്, അതായത് ഗുലാബ് ജാമുൻ വെച്ച് ഐസ്ക്രീം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ കുൽഫിയും കൂടി അതിന്റെ കൂടെ ആഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ്. കാരമലൈസ്ഡ് ജസ്റ്റ് എന്ന് പറയാ ഒരു ഫ്യൂഷൻ ഫുഡ് പോലെ, എന്താ പറയാ, അങ്ങനെ കാണാനും ഒരു ഇത് അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇനിയിപ്പോ അത് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടേസ്റ്റ് ചെയ്തോ, വിത്ത് യുവർ പെർമിഷൻ. കിട്ടിയില്ല, കാര്യം ഞാൻ ഷുഗർ പ്ലേറ്റിലാണെങ്കിലും ഞാൻ ആദ്യമായിട്ടൊന്ന് ഡയറക്റ്റ് ഒരു ഷെഫ് ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിക്കുന്നത്. എൻ്റെ പ്രിവിലേജ്. അപ്പോൾ ഇത് ഭയങ്കര എക്സ്ട്രീംലി ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ്. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ഉണ്ടാക്കാം. അതും വെറും 15 മിനിറ്റും കൊണ്ട് അല്ലേ ഉണ്ടാക്കാൻ പറ്റത്തില്ല? അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളെല്ലാം പറയുക. അതോടൊപ്പം എല്ലാവരും ചിറ്റലപ്പള്ളി സ്ക്വയറിലേക്ക് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഡിഷിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരാം, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെ പാർക്കുണ്ട്, അതോടൊപ്പം നമ്മളെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദി നെക്സ്റ്റ് എപ്പിസോഡ്.